ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നേ ഒരു നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ഈസി ആയിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാണ് വന്നേക്കുന്നത്. എന്താണെന്നറിയാമോ, ഇവിടെ എനിക്ക് ഹോസ്റ്റലാണെന്നുള്ളവരെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ അവർ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ്, ഞാനിന്ന് ഉപ്പുമാവാണ് കഴിച്ചത്, നല്ല ടേസ്റ്റാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പഴമുണ്ടെങ്കിൽ പഴമൊന്നും വേണ്ട, അത് തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരിങ്ങനെ റെസിപ്പി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു വീട്ടുകാർ. പല കുട്ടികളുടെയും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ്. ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവർ എന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുമ്പോൾ അവർക്ക് എന്തായാലും അത് ശരിയാവില്ല. അപ്പം ഞാനൊരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉപ്പ് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഉപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു പരുവത്തിന് കുറച്ചൊരു 3-4 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുവാനുള്ള റവയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇത് ഞാൻ കണക്ക് പറയാത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് ശീലിച്ചു പോയി. ഇത് 1 കപ്പ് റവ കാണും കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ഉള്ള റവ എടുക്കുക, അത് വറക്കുക. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൽ ഒരു 4 പേർക്ക് കഴിക്കാനായിട്ടുള്ള ഉപ്പുമാവിന് എത്ര റവ വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. റവ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഉപ്പുമാവിന് വറക്കുന്നതിനൊരു കണക്കുണ്ട് കേട്ടോ. ഒരു മണമാണേ, ആ മണം ശരിക്കും റവ വറന്ന പാകമായ ഒരു മണം വരും. ആ മണം വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. മൂത്ത് പോകാൻ പാടില്ല. മൂത്ത് പോയാൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും ഉപ്പുമാവ്. മൂത്തില്ലെങ്കിൽ കുഴഞ്ഞിരിക്കും, വേകാത്ത പോലെ ടേസ്റ്റ് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് എത്ര റവയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കൈയെടുക്കാതെ റവ ഇളക്കണം. ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ 3 കിലോ റവയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിലപ്പോൾ 5 കിലോ 3 കിലോ കുട്ടികളുടെ അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ വീടുകളിലൊക്കെ ഈസി ആയിട്ട് നല്ല രുചിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. ഒരു കറിയും വേണ്ട, ഒന്നും വേണ്ട. അതല്ലേ ഞാൻ പറഞ്ഞു, ഇവിടെ കടലക്കറി വെച്ചാലും അവർക്ക് വേണ്ട, പഴം ഉണ്ടായാലും വേണ്ട. അവർക്ക് പഴം കഴിക്കും, പക്ഷേ ഉപ്പുമാവ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പഴം കഴിക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഉപ്പുമാവിന് കേട്ടോ. സിമ്പിൾ ഉപ്പുമാവാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അതെ, നമ്മൾ റവ വറുത്തിട്ട് ഈ തട്ടിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. നല്ല മണം വന്നു, കണ്ടല്ലോ, മൂത്തൊന്നും പോയിട്ടില്ല, നല്ല വൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു മണമാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചട്ടി വീണ്ടും റവ മാറ്റി ചട്ടി വെച്ച് കൊടുത്തു. ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, വീട്ടിലൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ ഹോസ്റ്റലിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ദേ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തു. ഇവിടെ കടുക് പൊട്ടി നമുക്ക് ഇച്ചിരി ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണേലും ചേർക്കാം കേട്ടോ. കശുവണ്ടി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, മുന്തിരിങ്ങ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, ബീൻസ് ഇടണമെങ്കിൽ അത് ഇടാം, എന്ത് വേണേലും ഇടാം. ഈ കുട്ടികളൊക്കെ ആണെങ്കിലും വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും കഴിക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ ചിക്കൻ വേവിച്ച് കുരുമുളക് ഉപ്പിട്ട് വേവിച്ചിട്ട് പൊടിച്ച് അത് ചേർത്ത് കൊടുക്കാം, ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന സാധനങ്ങൾ മാത്രമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അത് ഞാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ നെയ്യിലോ എന്തിൽ വേണേലും ഉണ്ടാക്കാം. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഉപ്പുമാവ് കേട്ടോ. റവ വറക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ പാകമായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത് കരിയാൻ പാടില്ല. ഒരു ഇച്ചിരി കൂടെ ഒന്നാവുമ്പോൾ നിർത്തണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്കിത് ഇത്രയും മൂക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് മൂത്ത് കരിഞ്ഞ് കളർ മാറരുത് കണ്ടോ. ഇതൊന്ന് വഴണ്ട് വന്നതേ ഉള്ളേ. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം ഒഴിക്കുന്ന എത്ര ഒഴിക്കുന്നോ അതിന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, റവ കുറച്ച് കൂടുതൽ അങ്ങ് വറക്കുക. റവ ഇളക്കണ്ട, റവ കുറച്ച് കൂടുതൽ വറക്കുക. വറുത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് പാകത്തിനുള്ള റവ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനതിന് ശരിക്കും 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പിടുന്ന സമയത്ത് ഇച്ചിരി പഞ്ചസാര വേണമെന്നുള്ളവർക്കിടാം കേട്ടോ. നീ ഓയിലാണ് ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവർ നെയ്യ് വേണമെന്നുള്ളവർക്ക് അത് ഇച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉപ്പിൻ്റെ വെള്ളം നോക്കണം കേട്ടോ, അതാണ് നോക്കേണ്ടത്. പാകം തന്നെ ചേരുമ്പോൾ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 5-6 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവ് റെഡിയാക്കാം കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് 5-6 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ 3 കിലോ 4 കിലോ ഒക്കെ ഉണ്ടാക്കും. പക്ഷേ എൻ്റെ ഉപ്പുമാവ് ഒരിക്കലും കുഴഞ്ഞിരിക്കില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. ഇവിടെ പിള്ളേർക്ക് ഉപ്പുമാവ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉപ്പുമാവ് ബാലൻസ് വന്നാൽ അത് തന്നെ അവർ കഴിക്കും. വെള്ളം തിളച്ചേ, നമുക്ക് റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
തീ കുറച്ച് കൊടുക്കാം, റവ വേവണം. കണ്ടോ, റവ പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ അത് റവ ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയില്ലേ വെള്ളം പോലെ ഇരിക്കുന്നു എന്ന്? നോക്കിക്കേ എങ്ങനെയായെന്ന്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്. ഇനി ഇച്ചിരി കൂടെ കഴിയട്ടെ, 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയട്ടെ. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. കണ്ടോ, അവിടെ നിന്നിരിക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഉപ്പ് തുറന്നേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ചത് കേട്ടോ. നോക്കിയാൽ ഉപ്പുമാവ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതിനി ഇങ്ങനെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നല്ല സോഫ്റ്റ്. ഇനി തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല രസമായിട്ടിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ്. കണ്ടോ, കട്ടയൊന്നും പിടിച്ചിട്ടില്ല, കട്ട പിടിക്കില്ല. നല്ല കണ്ടോ, ഇതാണ് ഉപ്പുമാവിൻ്റെ രഹസ്യം. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് റെസിപ്പി കൊണ്ടുപോകാൻ മക്കളോട് പറഞ്ഞാൽ മക്കൾ ചിലപ്പോൾ വന്ന് പറയുമ്പോൾ അത്ര റെഡി ആയെന്നായിരിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്ക് എൻ്റെ പേജൊക്കെ ഒന്ന് കയറി നോക്കുക. യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എല്ലാവരും കയറി നോക്കി ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.